ദൈവവചന ധ്യാനം ലളിത രൂപത്തിൽ. നമ്മുടെ സംസ്കാരത്തിൽ ധ്യാനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. സാധാരണമായി ശ്വസന പ്രക്രിയയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ധാരാളം യോഗ ക്ലാസുകളുണ്ട്. മുഴുവൻ സംസ്കാരവും നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠയും സമ്മർദ്ദവും കൈകാര്യം ചെയ്യുന്നതായി തോന്നുന്നു. അവർ അത് ചെയ്യുന്നത് അവരുടെ കൈവശമുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ്. ചില കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പൈശാചികമാണ്, സഹായകരമല്ല. എന്നാൽ ബൈബിളും ധ്യാനത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ധ്യാനത്തിന്റെ രീതി നാം വീണ്ടെടുക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ ധ്യാനം എന്നത് ദൈവവചനത്തിലെ സത്യങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തയാണ്. ദൈവവചനത്തെക്കുറിച്ചുള്ള ധ്യാനം എന്നത് നിങ്ങളുടെ തലച്ചോറിൽ ബൈബിൾ ശക്തമായി പ്രവർത്തിക്കാൻ അനുവദിക്കുക എന്നതാണ്. ഈ ധ്യാനം ചായപ്പൊടി വെള്ളത്തിന്റെ നിറം മാറ്റുന്നത് പോലെ നമ്മുടെ ചിന്തയെ മാറ്റാൻ പര്യാപ്തമാണ്. ബൈബിളിൽ ധ്യാനത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള 10 കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ആദ്യം പങ്കുവയ്ക്കാം. അതിനുശേഷം ധ്യാനത്തെക്കുറിച്ചുള്ള ചില പ്രായോഗിക കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തേത് ധ്യാനത്തിന്റെ ബൈബിൾ നിർവചനമാണ്. ധ്യാനം എന്ന ആശയത്തിനായി ബൈബിളിൽ 2 എബ്രായ പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. അവ ഒരുമിച്ച് ഏകദേശം 58 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. ആദ്യത്തെ വാക്ക് ഹഗ എന്നതാണ്. ഈ വാക്കിന്റെ അർത്ഥം താഴ്ന്ന ശബ്ദത്തിൽ ഉച്ചരിക്കുക എന്നാണ്. സിംഹത്തിന്റെ മുരൾച്ചയെ സൂചിപ്പിക്കുവാനും ഒരു പ്രാവിന്റെ കുറുകലിനെ സൂചിപ്പിക്കുവാനും ഈ പദം ഉപയോഗിച്ചിരിക്കുന്നു. യെശയ്യാവ് 31:4 യെശയ്യാവ് 38:14 ഈ വാക്ക് നമുക്ക് കാണാൻ സാധിക്കും. അതിനാൽ പുരാതന എബ്രായ ധ്യാനത്തിൽ തിരുവഴുത്തുകൾ പലപ്പോഴും താഴ്ന്ന ശബ്ദത്തിൽ പിറുപിറുക്കുന്ന രീതിയിലാണ് വായിച്ചിരുന്നത് എന്ന അഭിപ്രായമുണ്ട്. ധ്യാനത്തിന്റെ രണ്ടാമത്തെ മൂലപദം എന്നത് സിഖ എന്നാണ്. ഇതിന്റെ അർത്ഥം ചിന്തിക്കുക അല്ലെങ്കിൽ ആകുലപ്പെടുക എന്നാണ്. അതിനാൽ ധ്യാനം എന്നത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് ആവർത്തിച്ച് ചിന്തിക്കുക എന്നതാണ്. തിരുവഴുത്തുകൾ കേൾക്കുന്നതിലൂടെയും ദൈവത്തിന്റെ മുൻകാല പ്രവൃത്തികളെക്കുറിച്ച് നിരന്തരമായ ധ്യാനത്തിലൂടെയും ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നു. ഒരു കാര്യത്തെക്കുറിച്ച് ആവർത്തിച്ച് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപക്ഷെ ഒരു ചാരുകസേരയിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന ഒരു ചിത്രമായിരിക്കും ചിന്തിക്കുന്നത്. എന്നാൽ ബൈബിൾ ധ്യാനം ഇതിന്റെ വിപരീതമാണ്. ബൈബിൾ ധ്യാനം വിഷമിക്കുന്നതിന് അല്ലെങ്കിൽ ആകുലപ്പെടുന്നതിന് തുല്യമാണ്. നിങ്ങൾ ഒരേ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, ഒരു ചിന്ത മാത്രം നിങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ധ്യാനം എന്ന വാക്കിന്റെ 2 ബൈബിൾ നിർവചനങ്ങൾ ഇതാണ്: വളരെ ചെറിയ ശബ്ദത്തിലുള്ള പിറുപിറുപ്പും ഒരു പ്രത്യേക വിഷയത്തിന്റെ നിരന്തരമായ ആവർത്തനവും. രണ്ടാമത്തെ കാര്യം ഞാൻ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നത് ധ്യാനത്തെക്കുറിച്ചുള്ള ബൈബിളിലെ അവലോകനമാണ്. ധ്യാനത്തെക്കുറിച്ചുള്ള ആദ്യ പരാമർശം ഉൽപ്പത്തി 24:63 കാണുന്നത്. അവിടെ ഇസഹാക്ക് ധ്യാനിക്കാൻ വയലുകളിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ധ്യാനിക്കുന്ന ആളുകൾക്ക് വലിയ വാഗ്ദാനങ്ങൾ നൽകപ്പെടുന്നതായും നാം കാണുന്നു. യോശുവ 1:8 പറയുന്നു, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. ബൈബിളിൽ ധ്യാനത്തെക്കുറിച്ച് 23 പരാമർശങ്ങളുള്ളതിൽ 19 സങ്കീർത്തനങ്ങളിലാണ്. അതുകൊണ്ട് സങ്കീർത്തനം 1:2, 3 വാക്യങ്ങൾ പ്രസിദ്ധമാണ്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. പിന്നെ ഒരു വാഗ്ദത്തം കാണുന്നു: അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. എന്നാൽ പുതിയ നിയമത്തിൽ ധ്യാനത്തെക്കുറിച്ച് 2 തവണ മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ. ലൂക്കോസ് 21:14 പീഡന സമയത്ത് പ്രതിവാദിക്കുന്നതിനെക്കുറിച്ച് മുൻകൂട്ടി വിചാരിക്കരുത് അല്ലെങ്കിൽ ധ്യാനിക്കരുതെന്ന് യേശു ശിഷ്യന്മാർക്ക് നിർദ്ദേശം നൽകി. 1 തിമോത്തിയോസ് 4:15 പൗലോസ് തനിക്ക് എഴുതിയ കാര്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുവാനും അതിനെ കരുതിക്കൊള്ളുവാനും പൗലോസ് തിമോത്തിയോസിനെ ഉപദേശിക്കുന്നു. മൂന്നാമതായി ധ്യാനത്തെക്കുറിച്ച് ഞാൻ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം ബൈബിൾ ധ്യാനം എന്നത് ദൈവവചനം കേൾക്കുക, ദൈവത്തിന്റെ പ്രവൃത്തികളെ ധ്യാനിക്കുക, ദൈവത്തിന്റെ പ്രവൃത്തികളെ ആവർത്തിച്ച് ചിന്തിക്കുക, ദൈവത്തിന്റെ നിയമങ്ങളെ അയവിറക്കുക എന്നതാണ്. ഒരു പ്യൂരിറ്റൻ ശുശ്രൂഷകനായ തോമസ് വാട്സൺ ഇപ്രകാരം പറഞ്ഞു: ധ്യാനം മനസ്സിന്റെ ഒരു വിശുദ്ധ വ്യായാമമാണ്. അതിലൂടെ നാം ദൈവിക സത്യങ്ങളെ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയും അവയെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുകയും അവയെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും ചെയ്യുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ
നാം ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചും ദൈവിക നിയമത്തെക്കുറിച്ചും ധ്യാനിക്കുന്നു. ബൈബിൾ ധ്യാനം എന്നാൽ ദൈവത്തിൻ്റെ സമ്പന്നവും ഊർജ്ജസ്വലവും ജീവൻ നൽകുന്നതുമായ തിരുവെഴുത്തുകളുടെ ഓരോ അംശവും ആസ്വദിക്കാൻ പഠിക്കുക എന്നതാണ്. നമ്മിൽ പലരും വളരെ വേഗത്തിൽ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഞാനും അങ്ങനെ തന്നെയാണ്. പലപ്പോഴും ഭക്ഷണം ചവയ്ക്കാതെ വിഴുങ്ങുകയാണ് നമ്മിൽ പലരും ചെയ്യുന്നത്. അതുപോലെ തന്നെ ധ്യാനം എന്നത് നിങ്ങളുടെ ആത്മീയ ഭക്ഷണത്തെ വെറുതെ വിഴുങ്ങുന്നതിന് പകരം അതിനെ ചവയ്ക്കുക അല്ലെങ്കിൽ അയവിറക്കുക എന്നതാണ്. നമ്മൾ ഒരു കാര്യം ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള ബൈബിൾ വായനയും ബൈബിൾ പഠനവുമല്ല, മറിച്ച് ദൈവത്തിൻ്റെ സമ്പന്നവും ഊർജ്ജസ്വലവും ജീവദായകവുമായ വചനത്തിൻ്റെ ഓരോ അംശവും ശരിക്കും ആസ്വദിക്കുക എന്നതാണ് ബൈബിൾ ധ്യാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ധ്യാനത്തെക്കുറിച്ചുള്ള 4ാമത്തെ കാര്യം, ബൈബിൾ ധ്യാനവും ബുദ്ധമത ധ്യാനവും ഒന്നല്ല എന്നതാണ്. ഇന്ന് നമ്മുടെ സംസ്കാരത്തിൽ പൗരസ്ത്യ ധ്യാനത്തിൻ്റെ ധാരാളം നുഴഞ്ഞുകയറ്റമുണ്ട്. പല ക്രിസ്ത്യാനികളും അതിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ന്യൂ ഏജിൽ നിന്നോ ബുദ്ധമതത്തിൽ നിന്നോ പുറത്തു വരുന്ന ചില ആളുകളെങ്കിലും ധ്യാനം എന്ന് പറയുന്ന വിഷയം കേൾക്കുമ്പോൾ തന്നെ മുഷിയുന്ന ഒരു രീതിയുണ്ട്. കാരണം അവർ ചിന്തിക്കുന്നത് ഇത് തന്നെയല്ലേ ഞങ്ങൾ ഇതിനു മുമ്പുള്ള മതത്തിലും ഒക്കൾട്ട് ഗ്രൂപ്പിലുമൊക്കെ ചെയ്തു വന്നത് എന്ന ചിന്തയാണ്. ഇനി പൗരസ്ത്യ ധ്യാനവും ബൈബിൾ ധ്യാനവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. പൗരസ്ത്യ ധ്യാനം നിങ്ങളുടെ മനസ്സിനെ ശൂന്യമാക്കുന്നു, എന്നാൽ ബൈബിൾ ധ്യാനം നിങ്ങളുടെ മനസ്സിനെ നിറയ്ക്കുന്നു. പൗരസ്ത്യ ധ്യാനം ലോകത്തിൽ നിന്നുള്ള നിങ്ങളുടെ വേർപിരിയലിനെ കുറിച്ചാണ്. എന്നാൽ ക്രിസ്തീയ ധ്യാനം ദൈവത്തോടും അവൻ്റെ വചനത്തോടുമുള്ള നിങ്ങളുടെ അടുപ്പമാണ്. പൗരസ്ത്യ ധ്യാനം വളരെ നിഷ്ക്രിയമാണ്. ക്രിസ്തീയ ധ്യാനം യഥാർത്ഥത്തിൽ ഒരു ആത്മീയ യുദ്ധമാണ്. പൗരസ്ത്യ ധ്യാനം പൈശാചികതയിലേക്കുള്ള ഒരു തുറന്ന വാതിലാണ്. എന്നാൽ ക്രിസ്തീയ ധ്യാനം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതും ആത്മാവിൽ പ്രചോദിതവുമാണ്. ബൈബിൾ ധ്യാനം ഒരു ശൂന്യമായ മനസ്സോടെ ഇരിക്കുന്നതല്ല, അല്ലെങ്കിൽ ഒരു മാറ്റത്തിന് വേണ്ടി ഒരു വാക്കോ വാക്യമോ മനഃപൂർവ്വം ആവർത്തിക്കുന്നതല്ല. ഇത് മെഴുകുതിരികൾ കത്തിക്കുന്നതോ പരവതാനിയിൽ ശാന്തമായി ഇരിക്കുന്നതോ അല്ല. ഒരു മെഴുകുതിരി കത്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, ഒരു മാറ്റിൽ ഇരിക്കുന്നതിലും തെറ്റൊന്നുമില്ല. പക്ഷേ ബൈബിൾ ധ്യാനം അതല്ല. ഇവിടെ ഒരു മാറ്റോ മെഴുകുതിരിയോ അല്ല, മറിച്ച് ദൈവവചനമാണ് വിഷയം. ബൈബിൾ ധ്യാനം ശാന്തമായ സംഗീതം കേൾക്കുന്നതോ യോഗ പരിശീലിക്കുന്നതോ അല്ല. ബൈബിൾ ധ്യാനം പ്രധാനമായും വിശ്രമം, ശാന്തത, ആശ്വാസം എന്നിവ കണ്ടെത്തുന്നതിലല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇത് നിങ്ങളുടെ ശ്വസനത്തെ നിയന്ത്രിക്കുന്നതിനെ കുറിച്ചുമല്ല. ദൈവം എന്നെ സ്നേഹിക്കുന്നു, ഞാൻ സ്നേഹിക്കപ്പെടുന്നു, ഞാൻ പ്രത്യേകതയുള്ളവനാണ്, ദൈവമെല്ലാം നിയന്ത്രിക്കുന്നു, ഞാൻ മതി, എനിക്കെല്ലാം സാധിക്കും എന്നിങ്ങനെയുള്ള മന്ത്രങ്ങൾ ആവർത്തിക്കുന്നതിനെ കുറിച്ചല്ല ഇത്. ഇങ്ങനെയുള്ളതൊന്നും ബൈബിൾ ധ്യാനമല്ല. മത്തായി 6:7 ഇപ്രകാരം പറയുന്നു, പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. ജാതികൾ ജൽപ്പനത്തിലൂടെ ഒരിക്കലും മെച്ചപ്പെട്ടിട്ടില്ല. അവർ ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്യുന്നു. പോസിറ്റീവ് ചിന്തയുടെയും പോസിറ്റീവ് വീക്ഷണത്തിൻ്റെയും അവസ്ഥയിൽ തങ്ങളെ തന്നെ എത്തിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി അവർ ഈ മന്ത്രങ്ങൾ ചൊല്ലുന്നു. ഞാൻ പോസിറ്റീവ് ചിന്തയ്ക്ക് എതിരല്ല. ഗോലിയാത്ത് പോസിറ്റീവായിരുന്നു, അങ്ങേയറ്റം പോസിറ്റീവായിരുന്നു, പക്ഷെ അവൻ പരാജയപ്പെട്ടു. ബൈബിൾ ധ്യാനം എന്നത് ഒരിക്കലും നിങ്ങളിൽ കേന്ദ്രീകൃതമായ പോസിറ്റിവിറ്റി അല്ല. ലൗകിക ധ്യാനത്തിൽ യഥാർത്ഥത്തിൽ ലക്ഷ്യം തെറ്റുകയാണ് ചെയ്യുന്നത്. കാരണം ദൈവത്തോടുള്ള ആരാധനയ്ക്ക് പകരം മുഴുവൻ ശ്രദ്ധയും എന്നിലേക്ക് മാറ്റി സ്ഥാപിക്കപ്പെടുന്നു. ഏറ്റുപറച്ചിൽ മെഴുകുതിരികൾ ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കപ്പെടുന്നു. മാനസാന്തരത്തെ ശാന്തമായ സംഗീതം, ശ്വസനം, പ്രകൃതിയിലായിരിക്കുക എന്നിവ ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കുന്നു. തിരുവെഴുത്തുകൾ മന്ത്രങ്ങൾക്ക് തുല്യമായിരിക്കുന്നു. ബൈബിളിൽ നിന്ന് അടർത്തിയെടുത്തും പലപ്പോഴും സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റിയും തിരുവെഴുത്തുകളെ ഉപയോഗിക്കുന്നു. പകൽക്കിനാവ് ഒരിക്കലും ധ്യാനമല്ല. പകൽക്കിനാവ് കാണുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ അലഞ്ഞു തിരിയാൻ അനുവദിക്കുന്നു. പക്ഷെ ധ്യാനത്തിൽ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 5ാമതായി ബൈബിൾ വായനയെയും തിരുവെഴുത്ത് മനഃപ്പാഠമാക്കലിനെയും തുടർന്നുള്ളതാണ് ബൈബിൾ ധ്യാനം. സങ്കീർത്തനം 119:148 ഇങ്ങനെ പറയുന്നു, തിരുവചനം ധ്യാനിക്കേണ്ടതിന് എൻ്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ധ്യാനം എന്നത് എൻ്റെ ശ്വാസത്തെക്കുറിച്ചല്ല, ധ്യാനം എന്നെ തന്നെ ശൂന്യമാക്കുന്നതിനെ കുറിച്ചല്ല. പകരം ഞാൻ മനഃപൂർവ്വം എൻ്റെ ചിന്തകളെ ദൈവവചനത്തിൽ കേന്ദ്രീകരിക്കുന്നതാണ് ബൈബിൾ ധ്യാനം. 6ാമതായി ബൈബിൾ ധ്യാനം ഹൃദയത്തിലാണ് നടക്കുന്നത്.
അത് മാനസികമായ ഒരു വ്യായാമ വിദ്യയല്ല, അത് ഹൃദയത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സങ്കീർത്തനം 19:14 പറയുന്നു, എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. അടുത്തതായി, ബൈബിളിലെ ധ്യാനം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം, രാത്രിയിലോ പകലോ. ഞാൻ നേരത്തെ ഉദ്ധരിച്ച സങ്കീർത്തനം 119:148 നമ്മൾ കാണുന്നത്, തിരുവചനം ധ്യാനിക്കേണ്ടതിന് എൻ്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. രാത്രിയുടെ യാമങ്ങൾ എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാത്രിയിൽ ഇത് സംഭവിക്കുന്നു, പക്ഷേ പകലും ഇത് സംഭവിക്കാം. എട്ടാമതായി, ബൈബിളിലെ ധ്യാനത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തികൾ, ദൈവത്തിൻ്റെ വഴികൾ, ദൈവത്തിൻ്റെ ഇഷ്ടം എന്നിവയെക്കുറിച്ചുള്ള ധ്യാനം ഉൾപ്പെടുന്നു. സങ്കീർത്തനം 143:5 പറയുന്നു, ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു, നിന്റെ സകല പ്രവർത്തികളെയും ഞാൻ ധ്യാനിക്കുന്നു, നിന്റെ കൈകളുടെ പ്രവൃത്തിയെ ഞാൻ ചിന്തിക്കുന്നു. സങ്കീർത്തനം 119:15 പറയുന്നു, ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ദൈവവചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ പ്രവർത്തികളെ ധ്യാനിക്കുന്നു, നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് ധ്യാനിക്കുന്നു, നമ്മൾ ദൈവത്തെയും ദൈവവചനത്തിൽ കാണപ്പെടുന്ന എല്ലാറ്റിനെയും ധ്യാനിക്കുന്നു. എന്നാൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്തു, അവൻ നിങ്ങളെ എങ്ങനെ നയിച്ചു, നിങ്ങളുടെ ജീവിതത്തിനായുള്ള അവൻ്റെ ഇഷ്ടം എന്താണ് എന്നതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് ധ്യാനിക്കാൻ കഴിയും. അടുത്തതായി, ബൈബിൾ ധ്യാനം എന്നത് ഒരു ആത്മീയ യുദ്ധമാണ്. ധ്യാനത്തിന് സമയവും പരിശ്രമവും ആവശ്യമാണ്. അത് തിടുക്കത്തിൽ ചെയ്യാൻ കഴിയില്ല. 2 കൊരിന്ത്യർ 10:4-5 വാക്യത്തിൽ പറയുന്നു, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കുന്നു. നമ്മുടെ ചിന്തകൾ ഒരിക്കലും അനിയന്ത്രിതമാകരുതെന്ന് നിങ്ങൾ എപ്പോഴും ഓർക്കുക. അവ പിടിച്ചെടുക്കപ്പെടുകയും യേശുവിന് മുൻപാകെ സമർപ്പിക്കപ്പെടുകയും വേണം. അതുകൊണ്ട് തന്നെ ഇതൊരു തരം യുദ്ധമാണ്. ഇവിടെ ഞാൻ എൻ്റെ മനസ്സിനെ ശൂന്യമാക്കാനല്ല ശ്രമിക്കുന്നത്, പകരം എൻ്റെ ചിന്താമണ്ഡലത്തെ ദൈവവചനം കൊണ്ട് നിറയ്ക്കാൻ ശ്രമിക്കുന്നു. ഫിലിപ്പിയർ 4:8 ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ ആയതൊക്കെയും ചിന്തിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ചിന്തകൾ നമ്മൾ തിരഞ്ഞെടുക്കണമെന്നതാണ്. നമ്മൾ ചിന്തിക്കേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പരാമർശിച്ചിരിക്കുന്നു. നിങ്ങളുടെ മനസ്സ് അലഞ്ഞു തിരിയാൻ നിങ്ങൾ ഒരിക്കലും അനുവദിക്കരുത്. നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കണം. നിങ്ങളുടെ ചിന്തകളല്ല നിങ്ങളൊരു ആത്മാവാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളെ തിരഞ്ഞെടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് മുകളിൽ പറഞ്ഞിരിക്കുന്ന വചനപ്രകാരമുള്ള കാര്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കാം. അതുകൊണ്ടാണ് ധ്യാനം ഒരു ആത്മീയ യുദ്ധമാണെന്ന് പറയുന്നത്. 10ാമത്തെ കാര്യം, ദൈവം തൻ്റെ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുന്നവർക്ക് അനുഗ്രഹം വാഗ്ദാനം ചെയ്യുന്നു എന്നതാണ്. ഞാൻ ഇതിനകം യോശുവ 1:8, സങ്കീർത്തനം 1:2, 3 വാക്യങ്ങൾ പരാമർശിച്ചു. നിങ്ങൾ ദൈവവചനം ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകളുടെ നിലവാരം മാറാൻ തുടങ്ങും. നിങ്ങളുടെ പ്രബലമായ ചിന്തകൾ, നിങ്ങളുടെ ഉപബോധ മനസ്സിലെ ചിന്തകൾ, നിങ്ങളുടെ സ്വതസിദ്ധമായ യാന്ത്രിക ചിന്തകളെല്ലാം തിരുവെഴുത്തുകളുമായി യോജിക്കാൻ തുടങ്ങുന്നു. ദൈവത്തിൻ്റെ സ്വഭാവവുമായി കൂടുതൽ യോജിക്കാൻ ആരംഭിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവുമായി കൂടുതൽ യോജിക്കുന്നു. വിശ്വാസവുമായി കൂടുതൽ യോജിക്കുന്നു. നിങ്ങൾ യഥാർത്ഥത്തിൽ കൂടുതൽ പോസിറ്റീവ് ആകുന്നു. നിങ്ങളൊരു ശുഭാപ്തി വിശ്വാസിയാകുമെന്നല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് നിങ്ങൾ ദൈവവചനത്തിൽ നങ്കൂരമിട്ടിരിക്കുന്നുവെന്നും നിങ്ങൾ വിശ്വാസത്താൽ നടക്കുന്നുവെന്നുമുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടാകും. ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, അതെ, എനിക്കും ദൈവവചനം ധ്യാനിക്കാൻ കൂടുതൽ സമയം ചെലവഴിക്കണം, പക്ഷെ എനിക്കത് എങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന്. നിങ്ങൾ ആ ചോദ്യം ചോദിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. യെശയ്യാവ് 26:3 പറയുന്നു, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുക കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ദൈവവചന ധ്യാനം നിങ്ങൾ ശീലിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരിഗണിക്കേണ്ട ചില പ്രായോഗിക കാര്യങ്ങൾ ഇനി പറയാം. ഒന്നാമത്തേത്, നിങ്ങൾക്ക് ഏറ്റവും ശ്രദ്ധയോടുകൂടി ഇരിക്കാൻ കഴിയുന്ന സ്ഥലവും സമയവും കണ്ടെത്തുക എന്നതാണ്. രണ്ടാമതായി, പ്രാർത്ഥനയിലും ആരാധനയിലും ആരംഭിക്കുക, പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക. മൂന്നാമതായി, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രേരിപ്പിക്കുന്ന ഒരു ചെറിയ ഭാഗം ബൈബിളിൽ നിന്ന് തിരഞ്ഞെടുക്കുക.
അത് വായിക്കാനും മനഃപ്പാഠമാക്കാനും ശ്രമിക്കുക. അതിന് നിങ്ങളോട് സംസാരിക്കാൻ കഴിയും. അത് ഒരു ഡയറിയിൽ എഴുതി സൂക്ഷിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ബൈബിൾ വായനയിൽ നിന്നോ നിങ്ങളുടെ ദൈനംദിന ധ്യാനത്തിൽ നിന്നോ പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ഭാഗങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക. അടുത്തതായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം നിങ്ങൾ വായിക്കുന്ന ഭാഗത്തുള്ള വ്യത്യസ്ത വാക്കുകൾക്ക് ഊന്നൽ നൽകുക എന്നതാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ യോഹന്നാൻ 11:25 വായിക്കുന്നതെന്നിരിക്കട്ടെ. അത് എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഇവിടെ നിങ്ങൾക്ക് ഞാൻ എന്ന വാക്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം, അല്ലെങ്കിൽ പുനരുത്ഥാനം എന്ന വാക്കിലോ ജീവൻ എന്ന വാക്കിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. നിങ്ങൾക്ക് ഒരു ഭാഗത്തുള്ള ഓരോ വാക്കും എടുത്ത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാവുന്നതാണ്. അടുത്തത്, നിങ്ങൾ വായിച്ച ഭാഗം നിങ്ങളുടെ സ്വന്തം വാക്കുകളിൽ പകർത്തി എഴുതാം എന്നതാണ്. നിങ്ങളിവിടെ ഒരു ആശയവും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളുടെ വാക്കുകളിൽ എഴുതുന്നു എന്ന് മാത്രം. ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ്? പരിശുദ്ധാത്മാവ് ഈ ഭാഗത്ത് ഊന്നൽ നൽകുന്ന വിഷയം എന്താണ് എന്ന് എഴുതുക. ഇങ്ങനെ എഴുതുന്നത് നിങ്ങളുടെ ചിന്തകളെ ഉത്തേജിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗത്തിൽ നിന്നും ഒരു തത്വം രൂപപ്പെടുത്താൻ കഴിയും. ഈ വാക്യങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നത്, ഇതെന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്ന് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾ വചനത്തെ ആസ്വദിക്കുന്നത്. നിങ്ങൾ വായിച്ച വേദഭാഗം വിശദീകരിക്കുന്ന ഒരു ചിത്രം നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. അത് ചെയ്യാൻ നിങ്ങൾ ഒരു കലാകാരനാകണമെന്നില്ല. നിങ്ങൾ വായിച്ച വേദഭാഗത്തിലെ ജീവൻ അല്ലെങ്കിൽ അന്തസത്ത വേർതിരിച്ചെടുക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. അടുത്തതായി ഈ പ്രത്യേക ഭാഗത്തിന്റെ പ്രായോഗികത എന്താണെന്ന് ചിന്തിക്കാവുന്നതാണ്. സാധാരണയായി തിരുവെഴുത്തിന്റെ ഓരോ ഭാഗത്തിനും ഒരു വ്യാഖ്യാനമേ ഉള്ളൂ, പക്ഷേ നിരവധി പ്രായോഗിക തലങ്ങൾ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് സ്വയം ചോദിക്കാം, ഈ തിരുവെഴുത്ത് എന്നോട് എന്താണ് പറയുന്നത്? എൻ്റെ ജീവിതത്തിൻ്റെ ഈ പ്രത്യേക സീസണിൽ പരിശുദ്ധാത്മാവ് ഈ പ്രത്യേക ഭാഗത്ത് നിന്ന് എടുത്തു കാണിക്കാൻ ശ്രമിക്കുന്ന പാഠം എന്താണ്? അത് എഴുതുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഈ ഭാഗം ന്യായപ്രമാണത്തിലേക്കോ സുവിശേഷത്തിലേക്കോ എങ്ങനെ വിരൽ ചൂണ്ടുന്നുവെന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ഈ പ്രത്യേക ഭാഗത്തിൽ എങ്ങനെയാണ് യേശുവിനെ വരച്ചു കാട്ടിയിരിക്കുന്നത് എന്ന് ചിന്തിക്കാം. ഉദാഹരണത്തിന്, ദാവീദ് ഗോലിയാത്തിനെ വധിച്ച ഭാഗത്തെക്കുറിച്ച് നിങ്ങൾ ധ്യാനിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നീ വാളും കുന്തവും വേലുമായി എൻ്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു എന്നുള്ള ദാവീദിൻ്റെ വാക്കുകളാണ് നിങ്ങൾ ധ്യാനിക്കുന്നതെങ്കിൽ നിങ്ങൾക്കിത് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതെന്താണ് പഠിപ്പിക്കുന്നത്? ഗോലിയാത്തിനെതിരെ ഒരു കവണയുമായി ദാവീദ് നിൽക്കുന്ന ചിത്രം നിങ്ങൾക്ക് തീർച്ചയായും അറിയാവുന്നതാണ്. നിങ്ങളുടെ സ്വന്തം വാക്കുകളിൽ അത് മാറ്റി എഴുതാം. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഭാഗം എങ്ങനെയാണ് പ്രായോഗികമാക്കാൻ കഴിയുന്നതെന്ന് ചിന്തിക്കുക. ആത്യന്തികമായി ഇത് യേശുവിനെ എങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് ചിന്തിക്കുക. മരണത്തെയും നരകത്തെയും ശവക്കുഴിയെയും തോൽപ്പിച്ച ദാവീദാണ് യേശു. അവൻ പാപത്തെ പരാജയപ്പെടുത്തി. ഇന്നൊരു ജയാളിയുടെ സ്ഥാനത്ത് നിന്ന് പോരാടാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് യേശുവാണ്. അതിനാൽ ഈ ഭാഗം യേശുവിനെ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോ ഭാഗത്തും ചോദിക്കാവുന്ന ചോദ്യമാണ്, ഇത് യേശുവിനെ ചൂണ്ടിക്കാണിക്കുകയാണോ അതോ നിയമത്തെ അല്ലെങ്കിൽ ന്യായപ്രമാണത്തെ ചൂണ്ടിക്കാണിക്കുകയാണോ എന്നുള്ളത്. തിരുവെഴുത്തിലെ ഈ ഭാഗം ഏത് ചോദ്യത്തിനാണ് ഉത്തരം നൽകുന്നത് എന്ന ചിന്തയോടുകൂടി നിങ്ങൾക്കൊരു ഭാഗം ധ്യാനിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ ധ്യാനിക്കുന്ന ഭാഗം ഏത് തരം പ്രശ്നത്തെയാണ് പരിഹരിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ചിന്തിക്കാം. അപ്പോൾ ഏത് ചോദ്യത്തിന് ഇത് ഉത്തരം നൽകുന്നു, ഏത് പ്രശ്നമാണ് ഇത് പരിഹരിക്കുന്നത് എന്നും ചിന്തിക്കാം. അവസാനമായി ഈ വാക്യങ്ങളിലൂടെ പ്രാർത്ഥിക്കാൻ സമയമെടുക്കുക. തിരുവചനം ശരിക്കും ആസ്വദിക്കാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്ന് അതിലൂടെ പ്രാർത്ഥിക്കുക എന്നതാണ്. ഒരു ഭാഗമെടുത്ത് അത് നിങ്ങളുടെ പ്രാർത്ഥനയാക്കുക. ആ വാക്യങ്ങളെടുത്ത് അത് നിങ്ങളുടെ പ്രാർത്ഥനയാക്കുക. ധ്യാനത്തിലൂടെ തിരുവെഴുത്തിൽ നിന്ന് ശരിക്കും ആസ്വദിക്കാനും സ്വീകരിക്കാനും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചില പ്രായോഗിക കാര്യങ്ങളാണിവ. എപ്പോഴും ഓർക്കുക, ഇതൊരു ആത്മീയ യുദ്ധമാണ്. നിഷ്ക്രിയമായ അലസമായിരുന്ന് നിങ്ങളുടെ മനസ്സിനെ ശൂന്യമാക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമല്ല ഇത്. നിങ്ങൾ യഥാർത്ഥത്തിൽ സജീവമായി ദൈവവചനം കൊണ്ട് ഹൃദയത്തെ നിറച്ചുകൊണ്ട് പൈശാചിക ചിന്തകളോടും ലൗകിക ചിന്തകളോടും ജഡീക ചിന്തകളോടും പോരാടുകയാണ്. നിങ്ങൾ ദൈവവചനം നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ അവനെതിരെ പാപം ചെയ്യില്ല. കാരണം നിങ്ങളിലുള്ള ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, ദൈവത്തിൻ്റെ ജീവനാണ്. കാരണം എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണെന്ന് ബൈബിൾ പറയുന്നു. തിമത്യോസിന്റെ ലേഖനത്തിൽ ദൈവശ്വാസീയം എന്ന വാക്കിന്റെ അർത്ഥം ദൈവം ശ്വാസം ഊതി എന്നാണ്.
ദൈവം തൻ്റെ വചനത്തിലേക്ക് ശ്വാസം ഊതിയതുകൊണ്ട് നിങ്ങളത് വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശ്വാസമായ വചനം ശ്വസിക്കുകയാണ്. ഇത് അതിശയകരമാണ്. അതുകൊണ്ട് ദൈവവചനം ധ്യാനിക്കാൻ പരിശീലിക്കുക. നിങ്ങളുടെ ഒരു ദിവസത്തെ ധ്യാനം പൂർത്തിയാക്കിയ ശേഷം ദിവസം മുഴുവൻ നടക്കാൻ പോകുമ്പോഴോ മറ്റുള്ള കാര്യങ്ങളിൽ ഇടപെടുമ്പോഴെല്ലാം നിങ്ങൾ ധ്യാനിച്ച ദൈവവചനത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ചും ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചും നിങ്ങളുടെ ജീവിതത്തിലെ ദൈവഹിതത്തെക്കുറിച്ചും ചിന്തിക്കുക. ഈ വീഡിയോ കണ്ടതിന് നന്ദി. ദൈവവചന ധ്യാനത്തിൽ നിങ്ങളെ സഹായിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന മറ്റേതെങ്കിലും ശീലമുണ്ടെങ്കിൽ ദയവായി താഴെ കമൻറ്റായി അറിയിക്കുക. അത് മറ്റുള്ളവർക്കും പ്രയോജനപ്പെടട്ടെ.